everyone, welcome to Jewel Class 8. It's me and Nafi and it's your Sahar and we are here to predict the major topics in social science. Yes. എടാ മക്കളെ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിൽ നിന്ന് 40 മാർക്ക് ഷുവർ ആയിട്ടും ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സെറ്റ് ആക്കിക്കോളൂ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആൻഡ് ഈ ടോപ്പിക്കുകളുടെ ആൻസർ ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലൈവിൽ നോട്ട് കിട്ടാനായിട്ട് നമ്മൾ പ്രഡിക്ഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒന്ന് മക്കളെ, നമ്മൾ പറഞ്ഞ പോർച്ചുഗീസുകാരുടെ സംഭാവനയെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ ഇൻഫ്ലുവൻസ് ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണുള്ളതെന്നും, പിന്നെ അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് കുളച്ചൽ, അതായത് ഡച്ചുകാരുടെ സംഭവം, അതൊരു വൺ വേർഡ് ആയിരിക്കും കേട്ടോ വരുന്നത്. പിന്നെ ഹോർത്തൂസ് മലബാർക്കസ് നോക്കി വെക്കണം. പിന്നെ കൂടുതലും ബ്രിട്ടീഷുകാരുടെ യുദ്ധങ്ങളാണ്. ബ്രിട്ടീഷുകാരും നമ്മളിപ്പോൾ ആംഗ്ലോ മറാത്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നെ ടാക്സ് പോളിസി, നികുതി നയങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം, നിർബന്ധമാണ് ടാക്സ് പോളിസി. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് റെബല്യണിലെ കലാപങ്ങൾ, ഇപ്പോൾ സന്യാസി ഫക്കീർ റെബല്യൻ, ഇൻഡിഗോ കലാപം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഉൽഗുലാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കണം. പിന്നെ ആറ്റിങ്ങൽ റിവോൾട്ട്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 1857 റിവോൾട്ടിൻ്റെ നേതാക്കന്മാരെ പഠിച്ചു വെക്കണേ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കൾ, ലീഡേഴ്സിനെ പഠിച്ചു വെക്കണം. അതിൻ്റെ പരിമിതികളും അതിൻ്റെ റീസൺസ് ആണ് ഇമ്പോർട്ടൻറ്റ്. എസ്എ ക്വസ്റ്റ്യൻ ആണത്. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ പറയാം. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ന്യൂസ് പേപ്പറിനെ പറ്റി പറയുന്നുണ്ട്, അതായത് പത്രങ്ങളെ പറ്റിയിട്ടും കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, അതായത് രാജാ മോഹൻ റോയ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ INC മക്കളെ നന്നായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയിട്ടും, അതായത് മിതവാദികൾ, തീവ്രവാദികൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, ആ ഒരു കാര്യങ്ങൾ പോയി നോക്കണം. പിന്നെ ഹോം റൂൾ മൂവ്മെൻറ്റ്, ഹോം റൂൾ പ്രസ്ഥാനത്തെ പറ്റിയിട്ടും, പിന്നെ ആൾട്ടർനേറ്റീവ് പാർട്സ്, അതായത് കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഒരു സമരങ്ങൾ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, കൊറിയോലിസ് ഫോഴ്സ്. കൊറിയോലിസ് പറയാൻ നോക്കി വെച്ചോ 3 മാർക്ക് 4 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 3 ദിവസങ്ങൾ, ഇക്വിനോക്സസ്, സമ്മർ സോൾസ്റ്റേസ്, വിന്റർ സോൾസ്റ്റേസ്, വിഷുവങ്ങൾ, ഗ്രീഷ്മ അയനാ ദിനം, ശൈത്യ അയനാ ദിനം, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ 3 സമയങ്ങൾ 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കേട്ടോ. ലോക്കൽ ടൈം, ഗ്രീൻവിച്ച് ടൈം, സ്റ്റാൻഡേർഡ് ടൈം, മാനക സമയം, ഗ്രീൻവിച്ച് സമയം, പ്രാദേശിക സമയം. പിന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ ടൈം കാൽക്കുലേഷൻ, സമയനിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എക്സാമിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. ഇത് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ വരൂ സാർ. 4th ചാപ്റ്റർ എക്കണോമിക് പ്രോബ്ലംസ് കുറിച്ച് ചോദിക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് ഞാൻ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് മക്കളെ, ഒരു 3 ടൈപ്പ് അല്ലെങ്കിൽ 2 ടൈപ്പ് എന്തുണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കും ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കും. അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അതായത് മൂലധന തീവ്ര സാങ്കേതിക രീതിയും തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയും, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മക്കൾ നോക്കി വെക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്ത തരം സമ്പത്ത് വ്യവസ്ഥകൾ, പിന്നെ കുറച്ച് ശാസ്ത്രജ്ഞന്മാരുണ്ട് ഇമ്പോർട്ടൻറ്റ്. ഈ സമ്പത്ത് വ്യവസ്ഥകൾ ഓർമ്മയുണ്ടാകും. അതായത് എക്കണോമിക്സ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, നമ്മൾ പറയുന്ന മിക്സ്ഡ് എക്കണോമിക്സ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ, ഈ മിശ്ര സമ്പത്ത് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ. പിന്നെ ലാസ്റ്റിലേക്ക് വൺ വേർഡ് ആണ്, അത് മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ കാൾ മാക്സിൻ്റെ ഈ സർപ്ലസ് വാല്യൂ, മിച്ചമൂല്യ സിദ്ധാന്തം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളിൽ പാഠ സിദ്ധാന്തം, ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളിൽ 6 അവകാശം ഉണ്ടല്ലോ, ആ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പൊതുവേ ഓണം എക്സാമിന് ചോദിക്കുക. അപ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റി, അതായത് തുല്യതക്കുള്ള അവകാശം, പിന്നെ അതേപോലെ തന്നെ പിന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, സ്വന്തത്തിനുള്ള, അതായത് ആ അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ അവകാശങ്ങൾ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് അവകാശം, ആ അവകാശങ്ങൾക്ക് നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ടല്ലോ, ആ ഉദാഹരണങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിലെ മേജർ ആയിട്ട് വരുന്ന ടോപ്പിക്സ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കും. പിന്നെ ലൈക്ക് ചെയ്യണം മക്കളെ, ലൈക്ക് ചെയ്യുമ്പോഴാണ് ഇത് പല കുട്ടികളിലേക്ക് ഇത് എത്തുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ലൈവിലേക്ക് എത്തുക. ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ മക്കളെ കൃത്യസമയത്ത് നിങ്ങൾ ലൈവിലേക്ക് എത്തുക, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ചു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ ഹാപ്പി സൈനിങ് ഓഫ്. ബൈ.